സിനിമയും സ്പോർട്സും ഒക്കെ കയ്യിൽ വന്നതോടെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ മട്ടിലാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും നാഷണൽ ഗെയിംസ് നടത്തിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊപ്പം നിർത്താതെ ഓടുകയാണ് മന്ത്രിയും. റൺ കേരള റൺ, അതാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു ഹെഡ്. റൺ കേരള റൺ എല്ലാ അർത്ഥത്തിലും, സാംസ്കാരികമായിട്ടും റൺ കേരള റൺ, കായികമായിട്ടും റൺ കേരള റൺ, വികസനപരമായും റൺ കേരള റൺ, നമ്മളുടെ കാഴ്ചപ്പാടിലും റൺ കേരള റൺ. അപ്പോൾ നമ്മളുടെ ഒരു പൊതുവികാരമാണത്, റൺ കേരള റൺ. ചലച്ചിത്രമേള നടത്തിപ്പ് സംബന്ധിച്ചുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സമിതി നിർദ്ദേശങ്ങൾക്കെതിരെ രംഗത്തു വന്ന സംവിധായകൻ ലെനിൻ രാജേന്ദ്രനും സംഘവും കുറ്റപ്പെടുത്തുന്നതും പാവം തിരുവഞ്ചൂരിനെയാണ്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്യാൻ കഴിയാതെ പോയ 3 സിനിമ കൂടെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ വർഷത്തെ സിനിമകളുമായി കൂട്ടിച്ചേർക്കുക? എല്ലാം തീരും. അങ്ങനെയാണെങ്കിൽ അതിനു മുന്നത്തെ വർഷങ്ങൾ റിലീസ് ചെയ്യാത്ത എത്രയോ സിനിമകളുണ്ട്, ഓരോന്ന് തീർന്നുകൊണ്ടിരിക്കും. അതും കൂടെ ഉൾപ്പെടേണ്ടതല്ലേ? ഇത് ആരെയൊക്കെയോ പ്രീണിപ്പിക്കുന്നതിലേക്ക് വേണ്ടി, ആരെയൊക്കെയോ കൂട്ടി നിർത്തുന്നതിലേക്ക് വേണ്ടി, ഈ പച്ചില കൊണ്ട് ആടുകളെ ഇങ്ങനെ പിന്നാലെ നടത്തിക്കുന്ന ആ ഒരു സംഭവം മലയാളത്തിൽ വളരെ പ്രബുദ്ധരെന്ന് പറയുന്ന ജനതയുടെ മുമ്പിൽ ഈ ഫെസ്റ്റിവൽ ഭാരവാഹികൾ നടക്കുകയാണ്. അതിന് മന്ത്രിയുടെ വക അനുമതിയുണ്ട് എന്നും പറയുന്നു. നമ്മളുടെ ഒരു എല്ലാവരും കൂടെ ഒത്ത് ശ്രമിച്ചാൽ ഇത് ലോകത്തെ ഏറ്റവും വലിയ സംഭവമായിട്ട് മാറും. ഇപ്പോൾ ഗോവയിലും മറ്റ് ചില ഫെസ്റ്റിവലിലൊക്കെ അവിടെ തന്നെ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ കൊണ്ടുപോയി നമുക്ക് അന്നേരം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അന്നേരം തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത സിനിമയിലേക്ക് ഏതാണോ ചാൻസ് ഉള്ളത് അതിലേക്ക് പോകാം. അങ്ങനെയൊക്കെയുള്ള അവസരം അവിടെ ഒരുക്കുന്നുണ്ട്. 7-8 കൗണ്ടറുകൾ അവിടെ ഉണ്ടാവും. ഇവിടെയും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. ഇത്തവണ അത് നിർത്തലാക്കിയിട്ട് ഓൺലൈൻ വഴി പോകണം. ഈ ഓൺലൈൻ വഴി ഈ 9,000-ലേറെ വരുന്ന കാണികൾ എങ്ങനെയാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക? ഇത്രയും വലിയ ആളുകളുടെ ഇത്രയും വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി, ഒരു ലക്ഷ്യം, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഓരോ സമയം ഈ തിയേറ്റർ ഉടമകളോടൊക്കെ പോയി കെഞ്ചുകയും അവരാവശ്യപ്പെടുന്ന ഈ ഫുൾ കപ്പാസിറ്റിയുടെ തുക അടച്ചുകൊണ്ടാണ് നമ്മളിവിടെ സിനിമ കാണിക്കുന്നത്. അപ്പോൾ പോലും അവർ ഇടമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തിയേറ്ററുകൾ നമുക്ക് ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. ആകെയുള്ളത് സർക്കാരിൻ്റെ തന്നെ തിയേറ്ററുകളാണ്. ആകെ 4 എണ്ണമാണ്. അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 9,000-ഉം 2,000-ൽ താഴെ വരുന്ന കപ്പാസിറ്റിയുമായിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെടുക? എല്ലാവർക്കും ഒരുമിച്ച് ചേരാവുന്നതാണിത് റൺ കേരള റൺ എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുക എന്നുള്ളതാണ്, ശരിക്കും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് ഈ ഫെസ്റ്റിവൽ ഇത്തവണ ആദ്യം തൊട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ പടിയാണ് ഫെസ്റ്റിവൽ ഓഫീസ് സാധാരണ ജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആദ്യം ഡെലിഗേറ്റ്സിനെ കുറയ്ക്കാൻ നോക്കുന്നു, ഡെലിഗേറ്റ്സിനെ അകറ്റാൻ നോക്കുന്നു. പിന്നീട് പുതിയ ചെറുപ്പക്കാരെ ഫിപ്രസി നെറ്റ്പാക്ക് പോലെയുള്ള അവാർഡുകൾ നിരസിച്ച് പുതിയ സംവിധായകരെ അകറ്റാൻ നോക്കുന്നു. ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്ന് ഓടി ഒളിച്ച് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് അവർ ഓടി ഒളിക്കുന്നു. ഇതാണ് അതിൻ്റെ ഫെസ്റ്റിവൽ കോംപ്ലക്സ് ഫുഡ് കോർട്ടുമാക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സിനിമയോടുള്ള ഒരു രീതി നമുക്കത് മനസ്സിലാക്കുന്നുണ്ട്. മുഴുവൻ ആളുകൾ നമ്മുടെ ഒരു ആഗ്രഹത്തിനൊത്ത് നമ്മളുടെ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ സ്പീഡിൽ മുന്നോട്ട് പോകത്തക്ക വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉയർത്തിയെടുക്കുക, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. 6 ഫിപ്രസി മേടിച്ച ചില ആളുകൾ തന്നെയാണ് ഇനി ഫിപ്രസി വേണ്ട എന്ന് പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നല്ല ഫെസ്റ്റിവൽ നന്നായി നടത്തും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. അട്ടിമറിക്കുന്നത് ഇതേപോലെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരല്ല, മറിച്ച് ഈ ഫെസ്റ്റിവലിൻ്റെ എല്ലാ ക്രൈറ്റീരിയയും അട്ടിമറിച്ച് അതിനെ ഫിയാഫിൻ്റെ അക്രഡിറ്റേഷൻ പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റുന്ന സംഘാടകർ തന്നെയാണ് ഇപ്പോൾ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഉദ്ദേശം എന്നുള്ള അറിയില്ല. ഒരു പക്ഷേ നമ്മുടെ മലയാളത്തിന് നല്ലൊരു ഇൻ്റർനാഷണൽ പുതിയ ചെറുപ്പക്കാർക്ക് അവരുടെ സിനിമകൾക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പ്ലാറ്റ്ഫോം കിട്ടുന്ന ഒരു വേദി ഇനി മലയാളത്തിൽ ഉണ്ടാവേണ്ട എന്നുള്ള ചിന്തയാണോ എന്നുള്ളത് നമുക്കറിയില്ല. എല്ലാം തീരും. ഫിപ്രസി അവാർഡുകൾ വാങ്ങി വീട്ടിലെ അലമാരയിൽ വെച്ചിരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ ഇനി അത് ആർക്കും കിട്ടേണ്ടെന്ന സാഠ്യത്തിലാണെന്നാണ് ലെനിൻ രാജേന്ദ്രനും ഡോക്ടർ ബിജുവും ഒക്കെ പറയുന്നത്. അതെന്തായാലും ഇടയ്ക്ക് കിടന്ന് വെള്ളം കുടിക്കുന്നത് പാവം തിരുവഞ്ചൂർ തന്നെ. ഡെമോക്രസി വീണ്ടും അടുത്ത ദിവസം.